ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ പാഠം അതിലെ 32ാമത്തെ പേജിലെ 3 പ്രവൃത്തി പരിചയമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇവിടെ ഫസ്റ്റ് ചോദ്യം 20 ലിറ്റർ വെള്ളം 8 ബോട്ടിലുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ എത്ര വെള്ളം ഉണ്ടാവും എന്നാണ്. അത് നമ്മൾ കാണുന്നത് 20നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് മുകളിലും താഴെയുമായി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാവുമ്പോൾ 4 × 5 ഡിവൈഡ് ബൈ 4 × 2 എന്ന് കിട്ടും. ഇവിടെ 4 കോമൺ ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ആൻസർ വരുന്നത് 5/2 ആണ്. അടുത്തായിട്ട് ചെയ്യേണ്ടത് 5നെ 2 കൊണ്ട് ഹരിക്കുകയാണ്. 5നെ 2 കൊണ്ട് ഹരിച്ചാൽ 2 × 2 4, ബാക്കി 1 ലഭിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 2/1/2. അടുത്ത ക്വസ്റ്റ്യൻ, 140 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയർ ഒരേ നീളമുള്ള 16 കഷ്ണങ്ങളാക്കിയിട്ടാണ് മാറ്റേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 140 ഡിവൈഡഡ് ബൈ 16 ആണ്. മുകളിൽ താഴെയുമായി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാവുമ്പോൾ 2 × 70 ഡിവൈഡഡ് ബൈ 2 × 8 എന്ന് കിട്ടും. 2 ഒഴിവാക്കിയാൽ 70/8 എന്നാണ് കിട്ടുന്നത്. ഇതിനെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അങ്ങനെയാണെങ്കിൽ 2 × 35 ഡിവൈഡ് ബൈ 2 × 4 എന്ന് കിട്ടും. ഇവിടെ കോമൺ ആയിട്ടുള്ള 2 ഒഴിവാക്കിയാൽ 35/4 ആണ് എന്ന് കിട്ടുക. 35/4നെ ഇനി ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് 35നെ 4 കൊണ്ട് ഹരിച്ചു നോക്കാം. 35 4 8 പ്രാവശ്യം പോകും. 8 × 4 32, ബാക്കി വരുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 8/3/4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 215 കിലോഗ്രാം റൈസ് 15 ആളുകൾക്ക് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുകയാണ് വേണ്ടത്. 215 ഡിവൈഡഡ് ബൈ 15. മുകളിലും താഴെയുമായി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 5 × 43 ഡിവൈഡഡ് ബൈ 5 × 3. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് 215നെ സൈഡിൽ നിന്ന് 5 കൊണ്ട് ഹരിച്ചു നോക്കാം. 21ൽ 5 4 പ്രാവശ്യം, 5 × 4 20, ബാക്കി 1 ആണ് വരുന്നത്. 5 താഴത്തേക്ക് ഇറക്കി വെക്കാം. 3 × 5 15, അപ്പോൾ 43 ആണ് കിട്ടുന്നത്. കോമൺ ആയിട്ട് വരുന്ന 5 ഒഴിവാക്കാം. ബാക്കി വരുന്നത് 43/3 ആണ്. ഇതിൽ കൂടുതലായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് സൈഡിൽ 43നെ 3 കൊണ്ട് ഹരിച്ചു നോക്കാം. 4ൽ 3 ഒരു പ്രാവശ്യം, 1 × 3 3, ബാക്കി വരുന്നത് 1 ആണ്. 3 താഴത്തേക്ക് ഇറക്കി വെക്കാം. പിന്നീട് പോകുന്നത് 4 × 3, അതായത് 12, ബാക്കി വരുന്നത് 1 ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്, 14/1/3. രണ്ടാം പാഠത്തിലെ എല്ലാ പ്രവൃത്തി പരിചയവും ചെയ്തു കഴിഞ്ഞു. അടുത്തത് 3ാം പാഠത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു പാഠഭാഗവുമായി വീണ്ടും കാണാം. ബൈ.